തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മജിസ്ട്രിയൽ അന്വേഷണം പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. സ്ഫോടനത്തിൽ പോലീസും അന്വേഷണം ഊർജിതമാക്കി. 4 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനത്തിൽ 40 വീടുകൾ പൂർണ്ണമായും തകർന്നു. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മജിസ്ട്രിയൽ അന്വേഷണത്തിനാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. സബ് കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കും. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണവും ഊർജിതമാണ്. 4 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം 40 വീടുകൾ പൂർണ്ണമായും 200ഓളം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. നല്ലോണം പോയിട്ടുണ്ട്. ഒറ്റ ജനല് പോലും ഇല്ല, ഗ്ലാസും ഇല്ല. അതുപോലെ തന്നെ പാളി ഇതൊക്കെ ഇങ്ങനെയാണ് കണ്ടീഷൻ. പിന്നെ വാതിലാകെ ഉള്ളത് ഫ്രണ്ട് വാതിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ടില വരെ ഇളകിപ്പോയേക്കുവാണ്. ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെ താമസിക്കാൻ പറ്റില്ലെന്നാണ് ആളുകളൊക്കെ പറഞ്ഞത്. ഓഫീസേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞേക്കണം. അതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട പേപ്പേഴ്സൊക്കെ എടുത്ത് ഇവിടെ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ. ആ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത്. ഇന്നും അവിടെയാണ് കിടക്കാൻ പറ്റുന്നത്. നാളെയോ എപ്പോഴെങ്കിലും ഒരു ചെറിയ വാടക വീട് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് മാറണം. വീടുകൾ തകർന്ന കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തിനായി 250ഓളം അപേക്ഷകളാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. 253 നിലവിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നുമായിട്ട്. അപ്പോൾ അതിൽ വന്നേക്കുന്ന അപേക്ഷകളാണ് 253. ഇനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുപ്പ് ഇതുവരെ ആയിട്ടില്ല. കാരണം ഇത് കിലോമീറ്ററോളം 2-3 കിലോമീറ്ററോളം അങ്ങോട്ട് എല്ലാ സൈഡും പോയിട്ടുണ്ട്. വെള്ളവും വൈദ്യുതിയും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കും. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ദുരന്തത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യർ. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഓരോ വീടിനും സംഭവിച്ചത്. ഇത് വാസയോഗ്യമാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അടിയന്തരമായി നഷ്ടപരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. CS ബൈജുവിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.